നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ, കുട്ടികളൊരു അക്കാഡമിക്സിൻ്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ പെട്ടെന്ന് പെർഫോമൻസ് താഴേക്ക് പോവുക, മാർക്സ് പഴയ പോലെ കിട്ടാതിരിക്കുക, അക്കാഡമിക് ഇൻട്രസ്റ്റ് കുറയുക, ഓവറോൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേണിംഗ് ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ പാരൻസിന് ഇപ്പോൾ ഒരു തോന്നൽ വരും, ഓക്കെ ദേ നൗ ബിക്കം വെരി ലേസി, നമുക്കിത് സ്കൂൾ മാത്രം പോരാ, ഒരു സപ്ലിമെൻ്റൽ സിസ്റ്റം കൂടെ കൊടുക്കണം, എന്നിട്ട് ഒരു ട്യൂഷനിൽ ചേർക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ. അപ്പോൾ പാരൻസ് ഈ ട്യൂഷനിലേക്ക് ചേർക്കുന്നത് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തിരിച്ച് എത്രയും പെട്ടെന്ന് പഴയ പ്രോഗ്രസ്സിലേക്ക് എത്തുക, കുറച്ചുകൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നൊക്കെയുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഈ ട്യൂഷനിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് കുറച്ച് നാൾ മുന്നോട്ട് പോകുമ്പം ലെറ്റ്സ് ഒരു 1 month ഒക്കെ കഴിയുമ്പം ഈ പാരൻറ്റ് എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ടിലേക്ക് കുട്ടി എത്തുന്നില്ല. സോ ദ കീ വേർഡ് ഹിയർ ഇസ് എക്സ്പെക്റ്റഡ് റിസൾട്ട്. സോ ഐ ടോക്ക് അബൌട്ട് ഇറ്റ് ഇൻ എ ബിറ്റ്. എന്നിട്ട് ട്യൂഷൻ, അപ്പോൾ അടുത്ത ട്യൂഷനിലേക്ക് മാറുന്നു. അവിടെ ഒരു മാസം വെയിറ്റ് ചെയ്തു, വീണ്ടും എക്സ്പെക്റ്റഡ് റിസൾട്ട് എത്തുന്നില്ല, മാറി അടുത്ത ട്യൂഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബിഹേവിയർ വേർ പെർഫോമൻസ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അതിനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് കൊടുത്തേക്കുന്ന സപ്ലിമെൻറ്റേഷൻ അത് ഇതുപോലത്തെ ട്യൂഷൻസ് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉടനെ അടുത്ത ട്യൂഷനിലേക്ക് മാറുക. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് ഒക്കെ കുട്ടികളെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടോ? ഇസ് ട്യൂഷൻ ആക്ച്വലി ഹെൽപ്പിംഗ് ദം എന്നൊക്കെ ഉള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി വിൽ റിഫ്ലക്റ്റ് ഓൺ ഹൗ ദ ഡിസിഷൻസ് ദാറ്റ് വി ടേക്ക് ആർ എഫക്റ്റിംഗ് അവർ കിഡ്സ്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. മൈ നെയിം ഇസ് ഹരി. ഐ എം എ ടീച്ചർ ആൻഡ് ലേണിംഗ് സ്ട്രാറ്റജിസ്റ്റ്. ആൻഡ് ഇൻ ദിസ് വീഡിയോ ഞാൻ പാരൻസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലംസൊക്കെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ആൻഡ് വാട്ട് ആർ ദ കീ തിങ്സ് യു ഷുഡ് നോട്ടീസ് വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ പെർഫോമൻസ് either forward or backward. Okay, so to start with this video, I'll take the example of a student. അയാളുടെ പേര് സിദ്ധു എന്നാണ്. സിദ്ധു, let's call him സിദ്ധു for this video. അപ്പോൾ സിദ്ധു കുറച്ച് കാലം മുമ്പ് ട്യൂഷൻ ജോയിൻ ചെയ്തിരുന്നു, എൻ്റെ അടുത്ത് ട്യൂഷനിൽ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ പാരൻ്റ് എന്നോട് പറഞ്ഞു ആളുടെ പെർഫോമൻസ് പെട്ടെന്നാണ് ഹരി താഴേക്ക് പോയത്, സ്കോറൊക്കെ പെട്ടെന്ന് കുറയുന്നു, ആൾക്ക് പഠിത്തത്തിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, മറ്റ് കാര്യങ്ങളിലേക്കാണ് അവൻ തിരിഞ്ഞു നിൽക്കുന്നത്, ചില സമയത്ത് ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് ഹൗ ഹി ഷുഡ് ബി. നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് ആളെ പെർഫോമൻസിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ട്യൂഷനിലേക്ക് ജോയിൻ ചെയ്യുന്നത്. സോ ഐ ഗ്ലാഡ്ലി ഇവാലുവേറ്റഡ് ദിസ് പേഴ്സൺ. ഐ വെൽക്കംഡ് ഹിം. കുറച്ച് കാലം കഴിഞ്ഞപ്പം ആളുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. ഒരു മാസം 2 മാസമൊക്കെ എത്തുമ്പോൾ വളരെ ചെറിയ പ്രോഗ്രസ് ആണ് അവിടെ വരുന്നുള്ളൂ. And then I got a call from parents saying, Hari, I don't think the tuition is working. അവന് ഒരു മാസമായി പ്രത്യേകിച്ച് ഒരു ചേഞ്ചും കാണുന്നില്ല. സോ ഐ തിങ്ക് ഐ ഷുഡ് പുട്ട് ഹിം ഇൻ എ ഡിഫറെൻറ്റ് ട്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പാരൻ്റ് എന്നെ അപ്രോച്ച് ചെയ്യാണ്. അപ്പം മാം സെഡ് നമുക്ക് വേറെ ട്യൂഷൻ അല്ലെങ്കിൽ ഞാൻ തന്നെ ആളെ പഠിപ്പിച്ചോളാം എന്നൊക്കെയാണെന്ന് മാം സജസ്റ്റ് ചെയ്തത്. Okay, so I said, okay, I had to let him go because parent was little worried also. അപ്പോൾ I had to let him go. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി ഐ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് എ സ്മോൾ പ്ലാന്റ്. നമ്മളൊരു ചെടി മേടിക്കുന്നു, ഒരു ചെറിയൊരു പോട്ടിലൊരു ചെടി മേടിക്കുന്നു. അപ്പോൾ ഈ ചെടീനെ നമുക്ക് നേർച്ചർ ചെയ്യാൻ, വളർത്താന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ചെടി മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചെടിയിൽ വെള്ളം ഒഴിക്കുന്നു, അതിനെ നേർച്ചർ ചെയ്യുന്നു, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ബട്ട് ഒരു 1 month 2 month ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു റിസൾട്ടിലേക്ക് ആ ചെടി എത്തിയിട്ടില്ല. ആൻഡ് ദെൻ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പോൾ നമ്മൾ ഈ ചെടീനെ റീപോട്ട് ചെയ്യുന്നു, അടുത്തൊരു പോട്ടിലേക്ക് മാറുന്നു, വീണ്ടും അതിന് വെള്ളം കൊടുക്കുന്നു, നഴ്ചർ ചെയ്യാൻ നോക്കുന്നു, വീണ്ടും എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് കാണുന്നില്ല. ഉടനെ അടുത്ത ചെടിയിൽ പോട്ടിലേക്ക് മാറി നടന്നു. ആൻഡ് വി കീപ് ഡൂയിങ് ദിസ് അൺടിൽ ദിസ് പ്ലാന്റ് സ്റ്റോപ്സ് ഗ്രോയിങ്. ആൻഡ് ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് വിൽ ഹാപ്പൻ വിത്ത് സ്റ്റുഡൻസ് ഓൾസോ. നമുക്ക് ഒരു കുട്ടിയുടെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓഫൻ പാരൻസ് ട്യൂഷന് കൊണ്ട് ചേർക്കുന്നത് ഡെഫിനറ്റ്ലി പ്രോഗ്രസ്സിലേക്ക്, തിരിച്ച് അവരുടെ പ്രോഗ്രസ്സിൻ്റെ പാത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ്. ബട്ട് വാട്ട് ഐ ഹാവ് നോട്ടീസ് ഇസ് ദാറ്റ് ഇറ്റ് ഓഫൻ കംസ് വിത്ത് ആൻ അൺറിയലിസ്റ്റിക് ടൈം ഫ്രെയിം. ഇത്ര ദിവസങ്ങൾ കൊണ്ട് ഇത് തിരിച്ച് പഴയ പോലെ ആകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ വെക്കുന്നതുകൊണ്ടുള്ളൊരു പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് എൻവയോൺമെൻറ്റ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഹൗ ഇസ് ദിസ് എഫക്റ്റിംഗ് ദിസ് ചൈൽഡ്? സോ ലെറ്റ് മീ ടെൽ യു വാട്ട് വി ഡു ഹിയർ. സോ ഒരു കുട്ടി എന്ന് പറയുന്നത് is an individual, is not just a student, he is an individual. So he has different layers in his life. അപ്പോൾ ആളുടെ അണ്ടർ പെർഫോമൻസിൻ്റെ റീസൺ ഈ ലെയേഴ്സിൽ ഏത് വേണമെങ്കിലും ആവാം. അത് എന്തുകൊണ്ടാണ് ഈ പെർഫോമൻസിൽ ഡ്രോപ്പ് വന്നതെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. ബിക്കോസ് മേ ബി ഹി ഹാസ് എക്സാം റിലേറ്റഡ് ആൻസൈറ്റി, ഓർ ആൾക്ക് ഭയങ്കര സ്ട്രെസ് ലെവൽസ് ആണ്, ഹി ഈസ് സ്ട്രഗ്ലിംഗ് വിത്ത് ഹിസ് സെൽഫ് എസ്റ്റീം, ഓർ ഹി ഈസ് നൗ ഇൻ ടു എ ബാഡ് ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഒരു ബാഡ് സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ്.
അപ്പോൾ എന്താണ് റീസൺ എന്ന് കറക്റ്റ്ലി പിൻ പോയിന്റ് ചെയ്താലാണ് നമുക്ക് ആ കുട്ടിയുടെ മേലെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇഫ് ദി അബൌവ് സെറ്റ് റീസൺസ് ആർ ദെയർ, then we need to deliver more than subject. He needs a proper mentorship. അയാൾക്ക് അതിനകത്ത് ഒരുപാട് ഇൻപുട്സ് നമ്മുടെ ഭാഗത്തുനിന്ന് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ റിവേഴ്സൽ ടു ദി ആക്ച്വൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് അൺലേണിംഗ്, a lot of letting go of habits, a lot of new habits to be instilled. There is a lot of discipline, there is a lot of diligence. അപ്പോൾ ഇതൊക്കെ ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് ഒരു കുട്ടീനെ തിരിച്ച് ആ ട്രാക്കിലേക്ക് എത്തിക്കുക എന്നുള്ളത്. സോ ഓഫ് കോഴ്സ് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു കുട്ടിയുടെ പെർഫോമൻസ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് ആ പാത്തിലേക്ക് എത്തിക്കാൻ ട്രൈ ചെയ്യുന്നത്. വി ക്യാൻ സ്ട്രൈവ് ഫോർ ഇറ്റ്, ബട്ട് വി കാൺ പുഷ് ഇറ്റ്. നമുക്ക് അതിനെ പ്രഷർ ചെയ്ത് ചെയ്യിക്കാനൊരു പോസിബിലിറ്റി അവിടെ ഇല്ല. അപ്പം ഇവിടെ ഒരു കുട്ടി വരുമ്പോൾ നമ്മൾ ആദ്യം വി ടോക്ക് വിത്ത് ഹിം ആൻഡ് വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വെയർ ഹി ഈസ് അക്കഡമിക്കലി റൈറ്റ് നൗ ആൻഡ് ഹൗ ഈസ് ഹി പെർഫോമിങ് ഇമോഷണലി. ആൻഡ് ആൾക്ക് വേറെ എന്തെങ്കിലും റോഡ് ബ്ലോക്സ് സ്വയം ഐഡൻറ്റിഫൈ ചെയ്തുണ്ടോ എന്നും കൂടെ നമ്മൾ നോക്കിയിട്ടാണ് ആളെ ട്യൂഷനിലേക്ക് എൻറോൾ ചെയ്യുന്നത്. സോ ദ തിങ് ഐ വുഡ് ലൈക്ക് ടു ടെൽ പാരൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ലേസിനെസ്. ഒരു പെർഫോമൻസ് താഴേക്ക് പോകുന്നത് ഒരു മടി കൊണ്ട് മാത്രമാവില്ല, നമ്മൾ പറഞ്ഞ എന്ത് റീസണും ആവാം. സോ ബിഫോർ യു ജംപ് ടു എ ട്യൂഷൻ ഓർ ഡിസൈഡ് ടു സപ്ലിമെൻറ്റ് ഹിസ് സ്റ്റഡീസ്, ട്രൈ ടു അനലൈസ്. അപ്പോൾ പാരൻസിന് അത് സ്വയം ചെയ്യാം. ഇനി സ്വയം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കൊരു മെൻറ്ററുടെ ഹെൽപ്പോടുകൂടി ആ കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. ആൻഡ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വെൻ യു ജോയിൻ എ ട്യൂഷൻ ലൈക്ക് ദാറ്റ്, നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒബ്സർവ് ചെയ്യാം ആ ട്യൂഷൻ ആൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ. അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ലെറ്റ് മീ ഗോ ബാക്ക് ടു ദി എക്സാമ്പിൾ ഓഫ് ദ പ്ലാന്റ്. നമ്മളൊരു പോട്ടിലേക്ക് അയാൾ ഒരു പ്ലാന്റിനെ ഇടുന്നു, അതിന് വെള്ളം ഒഴിക്കുന്നു, നഴ്ച്ചർ ചെയ്യുന്നു. ആൻഡ് യു ഡോണ്ട് എക്സ്പെക്ട് ഇറ്റ് ടു ഗ്രോ 1 feet in a month. വാട്ട് യു ക്യാൻ ഡു ഇൻ ദ മീൻ ടൈം ഇസ് മേക്ക് ഷുവർ ആ പോട്ടിൽ നമ്മൾ കൊടുത്തേക്കുന്ന മിക്സൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചെറിയ ചെറിയ പ്രോഗ്രസ് ആദ്യം നോട്ടീസ് ചെയ്യുക. യു സീ വെദർ ദ സ്റ്റെം ഇസ് ഗ്രോയിങ് തിക്കർ, ആർ ദ ലീവ്സ് ബിക്കമിങ് ഗ്രീനർ, ഓർ ആർ ദ ന്യൂ ബ്രാഞ്ചസ് കമ്മിങ് ഔട്ട്, ഓർ ഇസ് ഇറ്റ് ബഡിങ്, ഫ്ലവേഴ്സ് വരുന്നുണ്ടോ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആ പ്ലാന്റിൽ നോട്ടീസ് ചെയ്യുക. സിമിലർലി ഒരു സ്റ്റുഡൻറ്റ് ഒരു ട്യൂഷനിൽ പോകുമ്പോൾ ആ ട്യൂഷൻ എൻവയോൺമെൻറ്റ് ആൾക്ക് അഡാപ്റ്റ് ആവുന്നുണ്ടോ എന്നുള്ള പ്രോഗ്രസ് ആണ് നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യേണ്ടത്. വി ഡോണ്ട് ലുക്ക് ഫോർ ദി എൻഡ് റിസൾട്ട്, വി ലുക്ക് ഫോർ ദ സ്മോൾ പ്രോഗ്രസ്സസ്. ആരിലിപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ ക്ലാസ്സിൽ, ഈ ട്യൂഷൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് എക്സ്ക്യൂസ് ഒന്നും പറയാതെ വന്നിരിക്കുന്നുണ്ടോ, മാർക്സിൽ ആൾ കുറച്ചും കൂടെ വറീഡ് ആണോ, ലൈക്ക് ഈസ് ഹി എഫക്റ്റഡ് ബൈ ദി ഇൻക്രിമെൻറ്റ് ഓർ ചേഞ്ച് ഇൻ മാർക്സ്. അങ്ങനെ പഠിത്തത്തിനോടുള്ള ആറ്റിറ്റ്യൂഡിലുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് നോട്ടീസ് ചെയ്യുക, അത് ട്യൂച്ചറായ എന്നെ അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ടൊരു ഡിസ്കഷൻ ട്യൂട്ടറായിട്ട് നടത്തുക. ആൻഡ് ദാറ്റ് ഈസ് ഹൗ യു കൺഫേം വെദർ ദി ലേണിംഗ് സിസ്റ്റം ഈസ് ആക്ച്വലി വർക്കിംഗ് ഫോർ ദ കിഡ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ബെനിഫിറ്റ് എന്ന് വെച്ചാൽ റിക്വയർമെൻറ്റ്, ഐ നോട്ട് ബെനിഫിറ്റ്, ദ റിക്വയർമെൻറ്റ് ഇസ് ദാറ്റ് ഐ കൺസിഡർ എവറി സ്റ്റുഡൻറ്റ് ആസ് എ ന്യൂ പ്രോജക്റ്റ്. ഒരു കുട്ടിയെ തിരിച്ച് ട്രാക്കിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞൊരു പുതിയ പ്രോജക്റ്റ് തന്നെയാണ് അത്. ഓഫ് കോഴ്സ് ഐ ഗിവ് ഹിം എ ലോട്ട് ഓഫ് ഇൻപുട്സ്, സബ്ജക്ട് ഡെലിവറി ഉണ്ട്, അതർ മെൻറ്റർഷിപ്പ് എല്ലാം ഡെലിവറി ചെയ്യും. ബട്ട് ഐ ബിലീവ് ദിസ് ഇസ് മോർ ഓഫ് എ കൊളാബറേറ്റീവ് എഫേർട്ട്. ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ പാരൻറ്റ് ഓൾസോ വുഡ് നീഡ് ടു സപ്ലിമെൻറ്റ് മൈ ആക്ഷൻസ്. ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരു ഡിസൈഡ് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റുഡൻറ്റ് ആസ് എ പ്രോജക്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഇവിടുന്ന് എത്രയൊക്കെ ട്രെയിനിങ് കൊടുത്തു വിട്ടാലും ഹി വുഡ് നീഡ് മോട്ടിവേഷൻ ഫ്രം പാരൻസ്, ഹി വുഡ് നീഡ് എ ലേണിംഗ് എൻവയോൺമെൻറ്റ് അറ്റ് ഹോം. അതെല്ലാം അലൈൻഡ് ആയിട്ട് വരുമ്പോഴാണ് ഒരു പ്രോപ്പർ ഡിസൈഡ് റിസൾട്ടിലേക്ക് നമുക്ക് ഇവൻച്വലി എത്താൻ പറ്റുള്ളൂ. സോ ദീസ് ആർ മൈ ടേക്സ് ഓൺ ദീസ് ടോപ്പിക്സ് ഓൺ giving them supplemental tuitions and sticking to a tuition. So please let me know what you think about this topic. Let me know in the comment section. My name is Hari, and this is a very bright morning today. I wish all have a very good day. And let me know if you have more questions that I would like to answer in the next few videos. And if you really like this video, please give it a thumbs up, and for more learning related videos, subscribe to my channel. I'll see you all in the next video. Thank you.